നടൻ റിയാസ് ഖാന്റെ മൂത്ത മകൻ ഷാരിഖ് ഹസൻ വിവാഹിതനായിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഇട്ടിട്ട് പോകുമോ എന്ന ഭയം തന്റെ ഭാര്യയ്ക്കുണ്ടെന്നും താരപുത്രൻ പറയുന്നുണ്ട്. ഷാരിഖിന്റേത് മാസങ്ങൾക്ക് മുൻപ് നടന്ന വിവാഹമാണെങ്കിൽ പോലും ഇപ്പോഴും ഷാരിഖിനെയും ഭാര്യയെയും കുറിച്ചുള്ള വിശേഷങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ മരിയ ജെനിഫർ എന്ന ക്രിസ്ത്യൻ മതവിശ്വാസിയായ യുവതിയാണ് താരപുത്രൻ വിവാഹം കഴിച്ചത്. മരിയ നേരത്തെ വിവാഹിതയും 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയുമാണ്. ഇതിന്റെ പേരിൽ നിറയെ വിമർശനങ്ങളും താരപുത്രനും ഭാര്യയ്ക്കും നേരിടേണ്ടതായി വന്നിട്ടുമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്നും തുടങ്ങി നിരവധി ചോദ്യങ്ങൾ മരിയ തന്നോട് നിരന്തരം ചോദിക്കാറുണ്ടെന്നും അതിനൊക്കെ താൻ പറയുന്ന ഉത്തരം ഒന്നാണെന്ന് പറയുകയുമാണ് ഇപ്പോൾ ഷാരിഖ് ഹസൻ. ഒരു തമിഴ് ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് ഇപ്പോൾ ഷാരിഖും മരിയയും. ഷാരിഖ് തന്നോട് ഐ ലവ് യു എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് മരിയ പറയുന്നത്. തങ്ങൾ തമ്മിൽ കണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം തനിക്ക് നിന്നെ കല്യാണം കഴിക്കുവാൻ താല്പര്യമുണ്ടെന്നാണ് ഷാരൂഖ് തന്നോട് പറഞ്ഞതെന്നും മരിയ ജെനിഫർ വെളിപ്പെടുത്തുന്നു. ജീവിതം മുഴുവൻ നിന്റെ കൂടെ ആയിരിക്കുവാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും ആഗ്രഹിക്കുന്നതെന്നും ഷാരൂഖ് തന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ പക്ഷേ തനിക്കും പെട്ടെന്നൊരു സ്പാർക്ക് ഉണ്ടായി. അത് വിവാഹത്തിലേക്ക് പോകുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ല എന്നാണ് മരിയ ജെനിഫർ പറയുന്നത്. മരിയെ കണ്ടപ്പോൾ തന്നെ ഐ ലവ് യു എന്ന് പറഞ്ഞ് മരിയയുടെ പുറകെ നടക്കാതെ നേരെ വിവാഹത്തിലേക്ക് പോകുവാനാണ് താൻ തീരുമാനിച്ചതെന്നാണ് ഷാരിഖ് ഹസനും പറയുന്നത്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് സത്യമാണെന്ന അഭിപ്രായമാണ് ഷാരിഖിനുള്ളത്. മരിയെ കണ്ടപ്പോഴാണ് തനിക്കത് നേരിട്ട് മനസ്സിലാകുന്നത്. കാരണം എന്തെന്നാൽ മരിയെ കണ്ട ഉടൻ തന്നെ താൻ ഇവളെയാണ് വിവാഹം കഴിക്കേണ്ടതെന്ന ചിന്ത തോന്നിയെന്നും ഷാരിഖ് പറയുന്നു. ഇവൾ തന്റെ ഭാര്യയാണെന്നും കണ്ട അടുത്ത സെക്കൻഡിൽ തന്നെ തനിക്ക് മനസ്സിലായെന്നാണ് ഷാരിഖ് കൂട്ടിച്ചേർക്കുന്നത്. പ്രണയത്തിലായതിനു ശേഷം 8 മാസത്തോളം തങ്ങൾ അടുത്തടുത്ത വീടുകളിലാണ് കഴിഞ്ഞതെന്നും മരിയയ്ക്കൊപ്പം ഈ ഒരു വീട്ടിലാണ് താൻ ഉണ്ടാവുക. രാത്രിയിൽ ഉറങ്ങാൻ മാത്രം താൻ തന്റെ വീട്ടിലേക്ക് പോകുമായിരുന്നുവെന്നാണ് ഷാരിഖ് പറഞ്ഞത്. പിന്നെ തങ്ങളുടെ റിലേഷൻ കുറച്ച് നീണ്ടുപോയത് ഇവൾക്ക് ക്രിഞ്ച് ലവ് ഒന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണെന്നും താരപുത്രൻ മരിയെപ്പറ്റി പറയുന്നു. തനിക്കും അതൊന്നും ഇഷ്ടമല്ലായിരുന്നുവെന്നും ജീവിതത്തിൽ ഒരുപാട് മോശം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ള ആളാണ് താനെന്നും മരിയയും പറയുന്നു. എന്നാൽ പക്ഷെ ഷാരിഖിനെ പോലെ ഒരാളെ താനല്ല തന്റെ സ്ഥാനത്ത് വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും സ്നേഹിച്ചു പോകുമെന്നാണ് മരിയ പറയുന്നത്. കാരണം എന്തെന്നാൽ ഷാരിഖ് അത്രയും സ്നേഹിക്കും. അയാളുടെ ഒപ്പം വളരെ സേഫ് ആയിട്ടാണ് തോന്നുക. എല്ലാ പെൺകുട്ടികൾക്കും സുരക്ഷിതരായിരിക്കുക എന്നത് മാത്രമായിരിക്കും ലക്ഷ്യമെന്നും അതെല്ലാം ഒരു മനുഷ്യന്റെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ നമുക്ക് പിന്നെ സംശയിക്കാനൊന്നുമില്ല. അവരുടെ ലോകത്ത് താൻ മാത്രമേ ഉള്ളൂ എന്ന ചിന്ത വളരെ പ്രധാനമാണെന്നും മരിയ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ തങ്ങളുടെ വിവാഹം കഴിഞ്ഞത് ഇപ്പോഴാണെങ്കിലും കഴിഞ്ഞ കുറെ കാലമായി തങ്ങൾക്ക് തമ്മിൽ അറിയാമെന്നും ഇരുവരും പറയുന്നുണ്ട്. അന്നു മുതൽ ഇന്നുവരെയും ഷാരിഖ് ഇങ്ങനെ തന്നെയാണെന്നും മരിയയും കൂട്ടിച്ചേർക്കുന്നു. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് മരിയ പറയുന്നത്. എന്നാൽ പക്ഷെ 50 വയസ്സായാലും നീ ഇതുപോലെ ആയിരിക്കുമോ എന്നും താൻ പ്രസവിച്ചാൽ ഗുണ്ടുമണി പോലെയാകും, നീ അപ്പോൾ തന്നെ ഉപേക്ഷിക്കുമോ എന്നൊക്കെയാണ് മരിയ തന്നോട് മിക്കപ്പോഴും ചോദിക്കുന്നതെന്നും ഷാരിഖ് വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താണെന്നും മരിയ എന്നും തന്റെ ഭാര്യ തന്നെ ആയിരിക്കുമെന്ന മറുപടിയാണ് തനിക്ക് അവളോട് പറയാനുള്ളതെന്നുമാണ് ഷാരിഖ് പറയുന്നത്. തങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില കമന്റുകളെ പറ്റിയും മരിയ സംസാരിക്കുന്നുണ്ട്. തങ്ങളെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ കൂടി പലരും കുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തങ്ങളെപ്പറ്റി നല്ലത് പറയുന്നവരുമുണ്ട്. എന്നാൽ പക്ഷേ നെഗറ്റീവ് വരുമ്പോൾ അത് നമ്മളെ മോശമായി ബാധിക്കുകയും ചെയ്യും. കാരണം താനൊരു അമ്മയാണ്. തന്റെ മകൾ വളർന്നു കഴിഞ്ഞ് ഇതൊക്കെ കാണുമ്പോൾ മകൾക്ക് അത് വിഷമമാകുമെന്നുമാണ് മരിയ ഇത്തരം മോശം കമന്റുകളെ പറ്റി പറയുന്നത്. താൻ ഷാരിഖിനേക്കാളും 3 വയസ്സിന് മൂത്തതാണ്. മാത്രമല്ല തനിക്ക് മകളുള്ളതിനാൽ തന്നെ ആദ്യം ഈ ഒരു ബന്ധം വേണ്ട എന്ന് തനിക്ക് തോന്നിയിരുന്നു. എന്നാൽ പക്ഷേ ഷാരിഖ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നുവെന്നും മരിയ വ്യക്തമാക്കുന്നുണ്ട്. ഷാരിഖിന്റെ അച്ഛനോടും അമ്മയോടും മരിയയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം അവർക്ക് യോജിപ്പില്ലായിരുന്നുവെന്നാണ് ഷാരിഖ് പറയുന്നത്. ഇത് ശരിയാകുമോ എന്ന് ആദ്യം അവർ ചിന്തിച്ചിരുന്നു. എന്നാൽ പക്ഷേ മരിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം ഇവർ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നുവെന്നാണ് ഷാരിഖ് പറയുന്നത്. പക്ഷേ മരിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി കാണിച്ചു. മരിയെ അച്ഛനും അമ്മയും കണ്ടതിനു ശേഷം 2 പേർക്കും ഓക്കെയായി. അച്ഛൻ എതിർക്കുമോ എന്നായിരുന്നു ഭയമെന്നും ഷാരിഖ് കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ പക്ഷെ അദ്ദേഹവും തങ്ങളുടെ വിവാഹത്തിന് പച്ചക്കൊടി കാണിച്ചു എന്ന് തന്നെയാണ് ഷാരിഖ് പറയുന്നത്. ഇതേക്കുറിച്ച് മരിയയും സംസാരിക്കുന്നുണ്ട്. വിവാഹമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും അവർക്കൊരു ഭയം ആദ്യം ഉണ്ടായിരുന്നു. എന്നാൽ പക്ഷേ തന്നെ കണ്ട നിമിഷം തന്നെ ഇവളാണ് ഷാരിഖിന്റെ പെണ്ണെന്ന് റിയാസ് അങ്കിൾ പറഞ്ഞുവെന്നും മരിയ കൂട്ടിച്ചേർക്കുന്നു. ഒരാഴ്ചയോളം നീണ്ടുനിന്ന ആഘോഷമായിരുന്നു ഇരുവരുടെയും വിവാഹം. ഹിന്ദു ക്രിസ്ത്യൻ ആചാരപ്രകാരം ആഘോഷമായിട്ട് തന്നെയാണ് റിയാസ് ഖാൻ തന്റെ മകന്റെ വിവാഹം നടത്തി നൽകിയത്. വിവാഹത്തിന്റെ സമയത്ത് തന്റെ അച്ഛന് തീരെ സുഖമില്ലായിരുന്നു എന്നും മരിയ പറയുന്നുണ്ട്. അതുകൊണ്ട് റിയാസ് അങ്കിളാണ് തന്നെ വിവാഹ വേദിയിലേക്ക് കൊണ്ടെത്തിച്ചത്. ക്രിസ്ത്യൻ വിവാഹങ്ങളിൽ അച്ഛനാണ് അത് ചെയ്യേണ്ടത്. എന്നാൽ പക്ഷെ അദ്ദേഹത്തിന് സുഖമില്ലാത്തതിനാലാണ് റിയാസ് അങ്കിൾ അങ്ങനെ ചെയ്തതെന്നും മരിയ വ്യക്തമാക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.